अरे वाह दीदी ये क्या പുതിയ ഡിഷ് ഓൺസ് വെച്ച് ഇഡ്ഡലി അല്ല കുട്ടിക്കുറ വെച്ച് രസം. എനിക്കൊരു ഡൗട്ട്, ഇത് വെച്ച് പുട്ടുണ്ടാക്കാൻ പറ്റുമോ ചേച്ചി? ഇത് കഴിച്ചവർ ഏതോ നിലവറയിൽ ഇപ്പൊ കക്കൂസുമായിട്ട് ഒളിച്ചിരിപ്പുണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് കണ്ടിട്ട് ഞാൻ ലൈഫ് ബോയ് സോപ്പ് വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കി. ഇപ്പൊ എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യ. ചട്ടനിക്ക് ഒരു ഷേവിംഗ് ക്രീം കൂടെ സൈഡ് വെച്ചിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ മണയോട് മണയായിരിക്കും. ഇവിടെയൊക്കെ കുട്ടിക്കുറ പൗഡറും ഡപ്പിക്കകത്ത് എറുമ്പൊടി ഇട്ട് വെച്ചേക്കണം. ഇതാണ് പാനിപൂരിയുടെ തന്ത ദാരുപൂരി. അമരീഷ് പൂരിയെക്കാളും വലിയവനാണ്. അധോലോകതരത്തിൽ അറിയപ്പെടേണ്ട ഫ്യൂഷൻ ഡിഷാണിത്. ഇതാണ് സ്വാമി മൂല ഗ്രില്ലാനന്ദ, ആൾസോ നോൺ ആസ് മൂട് വെന്താനന്ദ ചാമി. ചൂട് കശുവണ്ടി തൊട്ട് വണങ്ങിപ്പോന്ന ഫക്ടറി നിങ്ങൾ കാണുന്നില്ലേ? ദിവന കോപിച്ച് കളഞ്ഞ ഒറ്റ ഇരിപ്പിന് പഴംപൊരിയും പുളിച്ചും തന്നളയും. പ്രശ്ന പരിഹാരത്തിനായി സ്വാമിയുടെ പേരിൽ കുണ്ടി വെന്താനന്ദ ഹോമം അങ്ങോട്ട് കാച്ച. ഇവിടെയുള്ള സഹായികളെ അടിവെന്ത് കരിഞ്ഞു പിടിക്കുന്നതിന് മുന്നേ മറച്ചിടാനായിട്ട് ഒരു ചട്ടവും കൂടി കരുതിക്കോ. സ്വാമിയുടെ പ്രശ്നത്തിന് എന്ത് ഇത്ര കനം? സ്വാമി ഏത് ദേശവാസിയാണ്? അവിടുത്തെ പ്രധാന ചടങ്ങാണോ പഴംപൊരിക്കൽ? ഐശ്വര്യ പഞ്ചായത്തിലെ സോസ് മൊത്തം ഒരു ലീസിനെടുത്ത ആ സോസ് വിത്തിന് ഇടയിൽപ്പെട്ടു ആളെ കാണാണ്ട് പോവല്ല. ദേശം മനസാക്ഷി ഉണ്ടോ നിനക്കൊക്കെ? പഞ്ചായത്ത് പൈപ്പ് പൊട്ടി കണക്കല്ലേ സോസ് വിത്തണത്.